വയനാട് വൈത്തിരി വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് 11 പ്രതികൾ അറസ്റ്റിൽ. സംഭവത്തിൽ കുറ്റക്കാരായ 31 വിദ്യാർത്ഥികൾക്ക് പഠനവിലക്ക് ഏർപ്പെടുത്തി യൂണിവേഴ്സിറ്റി ആന്റി റാഗിംഗ് കമ്മിറ്റി. അതേസമയം മറ്റു പ്രതികളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതമാക്കി. യഥാർത്ഥ പ്രതികളെ പിടികൂടിയില്ലെന്നാരോപിച്ച് ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വെറ്റിനറി കോളേജിലേക്ക് പ്രതിഷേധം ജാഥയും മാർച്ചും നടക്കും. മുസ്ലിം ലീഗിന്റെ പ്രതിഷേധ സമരവും ഇന്നാണ്. സിദ്ധാർത്ഥന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് 12 ദിവസം കഴിഞ്ഞിട്ടും പ്രധാന പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. 6 പേരെ ഹോസ്റ്റലിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. 2 പേരെ അവരുടെ നാട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയും 3 പേർ കീഴടങ്ങുകയും ചെയ്തു. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 11ആയി. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 20-ലധികം പേർ ഉണ്ടെന്നാണ് പോലീസിന് ലഭിച്ച സൂചന. സംഭവത്തിൽ 31 വിദ്യാർത്ഥികൾക്ക് പഠനവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി ആൻഡ് റാഗിംഗ് കമ്മിറ്റി. 19 വിദ്യാർത്ഥികൾക്ക് 3 വർഷത്തേക്കും 12 വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തേക്കുമാണ് വിലക്ക്. ഇവർക്ക് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും പഠനം നടത്താനാകില്ല. അതിനിടെ സിദ്ധാർത്ഥന്റെ മരണത്തിന് കുറ്റക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ സംഘടനകൾ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാവിലെ 10 മണിക്ക് കോളേജിലേക്ക് പ്രതിഷേധ മാർച്ചും സമരവും സംഘടിപ്പിക്കും. 11:30 മുസ്ലിം യൂത്ത് ലീഗിന്റെ മാർച്ചും ഇന്ന് നടക്കും. റിപ്പോർട്ടർ, വയനാട്.